യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ ആരാധന. കൃപാസനം മാതാവ് ജീവനോടെ പ്രത്യക്ഷപ്പെട്ട ഈ ആൾത്താരയിൽ ഇതുപോലെ വന്ന് സാക്ഷ്യം പറയാൻ പറ്റിയതിൽ ഞാൻ ദൈവത്തോട് നന്ദി പറയുന്നു. ഒപ്പം താമസിച്ചതിൽ ക്ഷമാപണം. എൻ്റെ പേര് നിഷ. ആലുവയ്ക്കടുത്ത് വെള്ളാരപ്പള്ളി എന്നൊരു സ്ഥലത്തു നിന്നാണ് വരുന്നത്. ഞാൻ ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്നയാളാണ്. എനിക്ക് 2018 ജൂലൈയിലാണ് മാതാവിൻ്റെ അനുഗ്രഹം അവസ്ഥ ഞാൻ പറയുകയാണ്. അതായത് 2018 ജൂലൈ മാസം 18-ാം തീയതി എൻ്റെ ഹസ്ബൻഡിന് സ്ട്രോക്ക് വന്ന്, ഞങ്ങൾ രണ്ടുപേരും ഗവൺമെൻറ് എംപ്ലോയീസാണ്. അപ്പോൾ ഓഫീസിൽ വെച്ച് സ്ട്രോക്ക് വന്ന് എറണാകുളത്ത് വെച്ചിട്ട് മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആകുമ്പോഴേക്കും അന്ന് ഡോക്ടർ പറഞ്ഞു വെച്ചാൽ ഏറ്റവും വലിയൊരു സ്ട്രോക്കാണ്. ഡോക്ടർ അന്ന് കണ്ടതിൽ വെച്ച് തന്നെ വലിയൊരു സ്ട്രോക്കാണ്. അതായത് തലച്ചോറ് ഒരു 4 ഭാഗമായിട്ട് എടുത്താൽ ഏകദേശം അതിൻ്റെ 1/4 ഭാഗത്തോളം തന്നെ സെൽസ് ഡാമേജ് ആയി എന്നാണ് ഡോക്ടർ പറഞ്ഞത്. അപ്പോഴേക്കും അദ്ദേഹത്തിന് സർജറി വേണമെന്നുള്ള ഒരു അഭിപ്രായം, സർജറി എത്രയും പെട്ടെന്ന് തന്നെ സർജറിക്ക് ആളെ കയറ്റേണ്ടതുണ്ടെന്നുള്ള ഇത് പറഞ്ഞു. അപ്പം ഞാൻ എനിക്ക് എന്ത് ചെയ്യണമെന്നറിയാതെ ഞാൻ ആ മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൻ്റെ 1-ാം നിലയിൽ ഒരു ചാപ്പലുണ്ട്. ആ ചാപ്പലിൽ ഈശോയുടെ ക്രൂശിത രൂപത്തിന് മുമ്പിൽ, കാരണം ഞാൻ ആ ഹിന്ദു മതത്തിൽ ജനിച്ചു വളർന്ന ആളാണെങ്കിൽ കൂടെ എനിക്ക് പണ്ടേ ഈശോയിൽ പഠിക്കുന്ന കാലത്ത് തൊട്ടേ ഉറച്ച വിശ്വാസം ഉണ്ടായിരുന്നു. അപ്പം ഞാൻ ഈശോയോട് പ്രാർത്ഥിച്ചു, ദൈവമേ കാത്തേക്കണേ, ജീവൻ ഒരു കുഴപ്പം കൂടാതെ ജീവൻ തിരിച്ചു കിട്ടണേ എന്ന് ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് തന്നെ ഇരുന്നു. അപ്പം കൃപാസനം പത്രം അതാരും എനിക്ക് കൊണ്ടുവന്ന് തന്നതെന്നോ അത് ഞാൻ എവിടെ നിന്ന് എടുത്തതെന്നോ ഇന്നും എനിക്കത് അറിയില്ല. ആ പത്രം എനിക്ക് കിട്ടും ഈശോയുടെ ആ ജൂലൈ മാസത്തെ 2018 ജൂലൈ മാസത്തെ പത്രം. ആ പത്രം ഞാൻ എൻ്റെ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാലും പത്രത്തിൽ അത് എന്താണെന്നൊന്നും ഞാൻ നോക്കുന്നില്ല. അപ്പോഴേക്കും അവിടെ കൂടെ ഏതോ ഒരു പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ അവരെൻ്റെ അടുത്തിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അവരെന്നോട് പറഞ്ഞതെന്ന് വെച്ചാൽ അതിലൊരു ഫോൺ നമ്പറുണ്ട്. ആ ഫോൺ നമ്പറിൽ ഒരു പ്രാർത്ഥനാ സഹായം ആവശ്യപ്പെടും, എന്തായാലും മാതാവ് സഹായിക്കും എന്നുള്ളൊരിതാണ് പറഞ്ഞു. അപ്പം ഞാൻ ആ ഫോൺ നമ്പറിൽ ഇവിടെ വിളിച്ച് അപ്പം തന്നെ എനിക്കത് കിട്ടുകയും ചെയ്തു. അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞാൽ നമ്മളുടെ ഒപ്പിട്ട് കൊടുക്കണമല്ലോ. അപ്പം ഓപ്പറേഷൻ വേണോ, വേറെ ഹോസ്പിറ്റലിലേക്ക് മാറ്റണോ, എന്താണെന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനായിട്ട് വല്ലാത്തൊരവസ്ഥയിലായിരുന്നു അന്ന് ഞാനും എൻ്റെ കുടുംബത്തിലുള്ള എല്ലാവരും. അപ്പം ഞാനിവിടെ വിളിച്ചു വെച്ചപ്പോൾ ഇവിടുന്ന് പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ, ഓപ്പറേഷൻ നടക്കട്ടെ, സാക്ഷ്യം പറഞ്ഞാൽ മതി. ഇതാണ് അവിടെ നിന്ന് കിട്ടിയ ഒരു ഇത്. ഇവിടെ നിന്ന് പറഞ്ഞത് അതാണ്, ഓപ്പറേഷൻ നടക്കട്ടെ, സാക്ഷ്യം പറഞ്ഞാൽ മതി. അതിനനുസരിച്ച് ഓപ്പറേഷൻ നടന്നു. അപ്പോഴും പത്രം ഞാൻ വായിക്കുന്നില്ല. പത്രം ഞാൻ എൻ്റെ നെഞ്ചിനോട് ചേർത്ത് പിടിക്കുക മാത്രമേ ചെയ്തുള്ളൂ, പത്രം വായിച്ചിട്ടില്ല. ഈ ഓപ്പറേഷൻ നടന്ന ആൾ ഓപ്പറേഷൻ തിയേറ്ററിൽ ഓപ്പറേഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞാൻ ഈ പത്രത്തിൽ നോക്കിയപ്പം അതിൽ 2-മത്തൊരു സാക്ഷ്യം, ആ സാക്ഷ്യത്തിൽ തിരുവനന്തപുരത്തു നിന്നുള്ളൊരു സ്ത്രീയാണ്. അവർ പറഞ്ഞതെന്ന് വെച്ചാൽ, എൻ്റെ ഹസ്ബൻഡിന് സൗദിയിൽ വെച്ച് സ്ട്രോക്ക് വന്നു, അദ്ദേഹത്തിൻ്റെ വലതുവശം പൂർണ്ണമായും തളർന്നു. ആ തളർന്ന ആൾ സൗദിയിൽ തളർന്നു കിടക്കുന്ന അവസ്ഥയിൽ അവരിവിടെ വന്ന് ഉടമ്പടി ചെയ്തപ്പോൾ അച്ഛൻ പറഞ്ഞു, നിൻ്റെ ഭർത്താവിന് ഒന്നും സംഭവിക്കുകയില്ല, പൂർണ്ണ സൗഖ്യം പ്രാപിക്കുമെന്ന് പറഞ്ഞു. അതിനനുസരിച്ച് അദ്ദേഹം പൂർണ്ണ സൗഖ്യവാനായിരിക്കുന്നു എന്ന ഒരു സ്ത്രീയുടെ സാക്ഷ്യമാണ് ഞാൻ കേട്ടത്. അതിനനുസരിച്ച് അപ്പോഴേക്കും എനിക്ക് എങ്ങനെയെങ്കിലും ഇവിടെ ഒന്ന് വന്നാൽ മതി എന്നുള്ള ഇതാണ്. അപ്പോഴും ഉടമ്പടിയെക്കുറിച്ച് എനിക്കറിയില്ല. ഹസ്ബൻഡിന് സർജറി നടന്നു 4-ാം പക്കവും അദ്ദേഹത്തിന് ബോധം വന്നിട്ടില്ല. ഡോക്ടർ പറഞ്ഞത് ഇങ്ങോട്ടോ അങ്ങോട്ടോ എന്ന് പറയണമെങ്കിൽ ആൾക്ക് ബോധം വന്നാൽ മാത്രമേ പറ്റുകയുള്ളൂ, ബോധം വന്നാൽ മാത്രമേ ആൾ ജീവിക്കുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റുള്ളൂ എന്നാണ് ഡോക്ടർ പറഞ്ഞത്. ഞാൻ ആ 4-ാം പക്കവും ബോധം വരാതെ ഇദ്ദേഹം ഇങ്ങനെ കിടക്കുന്ന അവസ്ഥയിൽ ആലപ്പുഴയിൽ നിന്നൊരു ഒരു കുട്ടിക്ക് ആക്സിഡൻ്റ് ആയിട്ട് അതിൻ്റെ അമ്മ അവിടെ വന്നിരുന്നു. അവർ പറഞ്ഞു, മോളെ ഈ പത്രം ഇങ്ങനെ കയ്യിൽ വെച്ചുകൊണ്ടിരിക്കാനല്ല, നീ കൃപാസനത്തിൽ ചെന്ന് മാതാവുമായിട്ട് ഉടമ്പടി ചെയ്യുമെന്ന് പറഞ്ഞു. പിന്നെ ഞാനൊന്നും നോക്കിയില്ല. ഞാൻ ഹസ്ബൻഡ് ഓപ്പറേഷൻ തിയേറ്ററിൽ കിടക്കുന്നു, ബന്ധുക്കളെ അദ്ദേഹത്തെ ഏൽപ്പിച്ചിട്ട് ഞാൻ ഇവിടെ അന്ന് വൈകുന്നേരം 6:30 മണിയായപ്പോൾ അവിടെ നിന്ന് ബസ് കയറി 8 മണിയായപ്പോൾ ഹസ്ബൻഡിൻ്റെ സഹോദരി ഇവിടെ എസ്എൽപുരത്തുണ്ട്. 8 മണിയായപ്പോഴത്തേക്കും ഞാനിവിടെ എസ്എൽപുരത്തെത്തി. പിറ്റേ ദിവസം രാവിലെ 6:30 മണിയായപ്പോഴേക്കും ഞാൻ ഇവിടെ എത്തി, കൃപാസനത്തിലെത്തി, മാതാവുമായിട്ട് ഉടമ്പടി ചെയ്തു. അമ്മയോട് നല്ലവണ്ണം തന്നെ പ്രാർത്ഥിച്ചു, ദൈവമേ അദ്ദേഹത്തെ എങ്ങനെയെങ്കിലും ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണേ എന്നാണ് മാതാവിനോട് പ്രാർത്ഥിച്ചത്. ആ ഉടമ്പടി ചെയ്ത് ഞാൻ തിരിച്ച് വീട്ടിലേക്കൊന്നല്ല, മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിലേക്ക് ചെന്നു. അവിടെ ചെന്ന് പിറ്റേ ദിവസം രാവിലെ ഡോക്ടർ നമുക്ക് പേഷ്യൻസിന് ബൈസ്റ്റാൻഡേഴ്സിന് ആർക്കെങ്കിലും ഒരാളെ ഡോക്ടറെ കണ്ടപ്പോൾ ഡോക്ടർ പറഞ്ഞത് ട്രെമൻഡസ് റിക്കവറി, അദ്ദേഹം കണ്ണു തുറന്നു, നമുക്ക് ICUയിലേക്കല്ല ഇനി റൂമിലേക്ക് തന്നെ ആളെ മാറ്റിയേക്കാം എന്നുള്ള ഒരു വളരെ വലിയൊരു ആശ്വാസം. അത് അമ്മ തിരിച്ചുകൊണ്ട് വന്നതാണെന്നുള്ള കാര്യത്തിൽ എനിക്ക് യാതൊരു സംശയമില്ല. വെച്ചാൽ നമുക്ക്
ദൈവം തരാവുന്നതിൽ ഏറ്റവും വലിയ അനുഗ്രഹമാണെന്ന് എനിക്ക് കിട്ടിയതെന്ന് എനിക്ക് മനസ്സിലായി. അദ്ദേഹം തിരികെ റൂമിലേക്ക് വന്ന് സാവധാനം ട്രക്കോസ്റ്റമി റിമൂവ് ചെയ്തു. നമ്മളെല്ലാം തിരിച്ചറിയാം എന്നുള്ള ഒരവസ്ഥയിലേക്ക് വന്നു. പതുക്കെ ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിൽ അത് ആ പ്രളയത്തിൻ്റെ സമയത്തായിരുന്നു. ആ പ്രളയത്തിൻ്റെ സമയത്ത് ഇൻഡോ അമേരിക്കൻ ഹോസ്പിറ്റലിലേക്ക് അദ്ദേഹത്തെ മാറ്റി. അവിടെ വെച്ച് ഫിസിയോതെറാപ്പിയിലൂടെ അദ്ദേഹം പതുക്കെ നിൽക്കുവാനും എല്ലാ മാതാവിൻ്റെ അനുഗ്രഹം നമ്മളെ ഓരോ നിമിഷത്തിലും അമ്മയുടെ അനുഗ്രഹം നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്. അതേമാതിരി സാമ്പത്തികമായിട്ടാണെങ്കിൽ തന്നെ ഇത്രയും വലിയൊരു അസുഖം വന്നിട്ടുണ്ടെങ്കിൽ അത് സാമ്പത്തികമായിട്ട് എത്രത്തോളം ബാധ്യത ഉണ്ടാക്കുന്ന ഒരു അസുഖമെന്ന് എല്ലാവർക്കും അറിയാവുന്നതാണ്. പക്ഷേ ഒരു 5 പൈസ പോലും നമുക്ക് ആ ഒരു കടമോ ഒന്നുമില്ല. നമുക്ക് അമ്മ തന്നിരിക്കുന്ന അനുഗ്രഹങ്ങൾ ചിട്ടിയായിട്ടാണെങ്കിലും മറ്റുള്ളവരിൽ നിന്നുള്ള സഹായമായിട്ടാണെങ്കിലും അതൊന്നും എനിക്ക് പറഞ്ഞറിയിക്കാമില്ല. ഹസ്ബൻഡിന് ഈ അസുഖം വരുമ്പോൾ ഞങ്ങളുടെ വീട് പണി തറ കല്ലിട്ട അവസ്ഥയിലായിരുന്നു. എനിക്ക് ആങ്ങളമാർ അങ്ങനെ ഒന്നുമില്ല, ആകെ ഒരു അനിയത്തി മാത്രമേ ഉള്ളൂ. ഞാൻ ദൈവത്തോട് ചോദിച്ചു, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? ഇവിടെ വന്ന് ഉടമ്പടി പുതുക്കിയപ്പോൾ ഹഗ്ഗായിയുടെ ലേഖനത്തിൽ പറഞ്ഞ പോലെ പണിയുവിൻ എന്നാണ് കർത്താവ് പറഞ്ഞിരിക്കുന്നതെന്നാണ് പറഞ്ഞത്. പണിയുവിൻ. അതിനുശേഷം എൻ്റെ വീട് 2 നില വീട് പണി പൂർത്തിയായി. ആ വീട് പണിയുടെ ഹൗസ് വാമിങ് ഒരു 8 മാസം മുമ്പ് ഞങ്ങളതിൽ താമസിച്ചു. അതേമാതിരി മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റൽ, അത് ഞാൻ പറയാൻ വിട്ടുപോയതാണ്. മെഡിക്കൽ ട്രസ്റ്റ് ഹോസ്പിറ്റലിൽ ഹസ്ബൻഡിനെ റൂമിലേക്ക് കൊണ്ടുവന്നപ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ സൈഡിൽ സമീപത്ത് ബൈസ്റ്റാൻഡറിൻ്റെ ഇതിൽ പതുക്കെ ഒന്ന് മയങ്ങിപ്പോയ അവസ്ഥയിൽ ആരോ എൻ്റെ അടുത്ത് വന്ന് നിൽക്കുന്ന ഒരു അനുഭവം എനിക്ക് തോന്നി. ഞാൻ അത് നോക്കുമ്പോഴേക്കും നമ്മൾ ആ കിടക്കുന്ന അവസ്ഥയില്ല, ഞാൻ നോക്കുമ്പോഴേ മാതാവിൻ്റെ ഒരു രൂപം, അത് ഹോസ്പിറ്റലിൽ ആ റൂമിൻ്റെ മുട്ട നിൽക്കത്തക്ക രീതിയിൽ മാതാവിൻ്റെ ഒരു രൂപത്തിൻ്റെ ദർശനം, ഒരു അത്ഭുത ദർശനം കൂടി എനിക്കുണ്ടായ കാര്യം ഞാൻ ഇവിടെ വെളിപ്പെടുത്തുകയാണ്. ഇത് കഴിഞ്ഞ് ഹസ്ബൻഡിനെ വീട്ടിലേക്ക് കൊണ്ടുവന്നു. പതുക്കെ ഞങ്ങൾ ജീവിതത്തിലേക്ക് ദൈവത്തിൻ്റെ ഒറ്റ സഹായത്തോടുകൂടി മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചു വരുന്ന ആ അവസ്ഥയിൽ മോൻ UKG പഠിക്കുകയാണ്. അപ്പോൾ വീട്ടിൽ കാറ് കിടപ്പുണ്ട്. അപ്പം എന്ത് ചെയ്യണം? കാരണം നമുക്ക് എത്ര നാളെന്ന് വെച്ചാണ് ഒരാൾ ആശ്രയിക്കാൻ കഴിയുന്നതെന്നുള്ള ഒരു ചിന്ത എൻ്റെ ഉള്ളിലുണ്ടായി. അപ്പോൾ ഡ്രൈവിങ് പഠിക്കണം എന്നുള്ള ഇതെല്ലാവരും അഭിപ്രായം പറഞ്ഞു. ഡ്രൈവിങ് പഠിച്ചു. പക്ഷേ ഡ്രൈവിങ് പഠിച്ചെങ്കിലും നമുക്ക് കാറിലൊക്കെ ഒന്ന് കയറാനോ, ഈ പൊക്കം കുറഞ്ഞ ഞാൻ അങ്ങനത്തെ കാറിൽ കയറി ഇരുന്ന് എങ്ങനെ ഡ്രൈവ് ചെയ്യും, അല്ലെങ്കിൽ അതിനായിട്ടുള്ളൊരു ആത്മവിശ്വാസക്കുറവ് എനിക്കുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ കൃപാസനത്തിന് മുടങ്ങാതെ ഞാൻ പ്രാർത്ഥനയ്ക്ക് ചൊവ്വാഴ്ചകളിൽ എല്ലാ മാസം ഒരു പ്രാർത്ഥന കോവിഡ് കാലത്തിന് മുമ്പ് അത് ഉറപ്പായിട്ടും കൂടാനായിട്ട് ഇവിടെ വന്ന സമയത്ത് ഞാൻ ബസ്സിലിരുന്ന് ഈശോയോട് പ്രാർത്ഥിക്കുകയായിരുന്നു. ദൈവമേ, ഞാൻ എങ്ങനെ വണ്ടി ഓടിക്കുമെന്ന് എനിക്കറിയാൻ പാടില്ലല്ലോ, ഈ വയ്യാത്ത മനുഷ്യനെ കൊണ്ട് ഞാൻ എങ്ങനെ മുന്നോട്ട് പോകും എന്നായിരുന്നു എൻ്റെ ഒരു ഇത്. ഇവിടെ വന്നപ്പോൾ അച്ഛൻ എപ്പോഴും ആരാധനയുടെ ഇടയ്ക്ക് രോഗസൗഖ്യം പറയാറുണ്ട്. ആ രോഗസൗഖ്യത്തിൻ്റെ കൂട്ടത്തിൽ 3ാമതായിട്ട് 2019 നവംബറിൽ ഒരു ചൊവ്വാഴ്ചയാണത്. അച്ഛൻ പറയാണ്, എന്താണെന്നറിയില്ല, കർത്താവ് ഒരു സ്റ്റിയറിങ്ങും ഡ്രൈവിംഗ് സീറ്റൊക്കെ കാണിക്കുന്നുണ്ട്. ആ ഡ്രൈവിംഗ് ചെയ്യാൻ ആർക്കെങ്കിലും ആത്മവിശ്വാസക്കുറവുണ്ടെങ്കിൽ കർത്താവ് സ്റ്റിയറിങ് പിടിച്ചോളും എന്ന് അച്ഛൻ ഇവിടെ ആ സമയത്ത് പറഞ്ഞത് ഞാൻ ഇന്നും ഇവിടെ പറയുകയാണ്. അന്നേലും ഞാൻ വണ്ടി എടുത്തിട്ട് ഇന്ന് ഞാൻ ഓടിച്ച് ഹസ്ബൻഡിന് ഞാൻ ഓഫീസിൽ കൊണ്ടുപോകുന്നുണ്ട്. ഞങ്ങളുടെ ജീവിതം അങ്ങനെ പതുക്കെ ദൈവം സഹായിച്ച മുന്നോട്ട് പോകുന്നു. ഇതിന് കൂടാതെ എനിക്ക് ബ്ലീഡിങ്ങിൻ്റെ ഒരു വല്ലാത്ത അസുഖം ഉണ്ടായിരുന്നു. ഞാനിവിടെ വന്ന് അച്ഛനോട് പ്രാർത്ഥിച്ച് അച്ഛൻ എന്നെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ച് ഇപ്പം എനിക്ക് ആ അസുഖമൊന്നുമില്ല. ദൈവത്തിൻ്റെ ഒറ്റ സഹായത്തിൽ അമ്മമാതാവിൻ്റെ അനുഗ്രഹത്തോടുകൂടി ഈശോ നമ്മളെ മുന്നോട്ട് നടത്തുന്ന ആ ഒരു അനുഭവം എൻ്റെ എല്ലാ ഇതിലും എനിക്ക് അനുഭവിച്ചറിയാവുന്നതാണ്. ഈ സാക്ഷി ഇവിടെ പറയാനായിട്ട് വൈകിപ്പോയാലും ഞാൻ ദൈവത്തോട് മാപ്പ് ചോദിക്കുകയാണ്. കോവിഡ് കാലം ആയതുകൊണ്ടാണ് ഇങ്ങനെ കൃപാസനത്തിൽ ഞാൻ നിറഞ്ഞൊരു ഇതിൽ എനിക്ക് പറയാൻ പറ്റിയ